തിരുവനന്തപുരം പനയമുട്ടത്ത് ഷോക്കേറ്റ് യുവാവ് മരിച്ചതിൽ അന്വേഷണത്തിന് KSEB. ചീഫ് എഞ്ചിനീയർ പ്രാഥമിക അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. ഔദ്യോഗിക റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. സ്വകാര്യ വ്യക്തി മരം മുറിക്കാൻ തയ്യാറാകാത്തത് KSEBയുടെ വീഴ്ചയായി പറയാൻ കഴിയില്ല. കളക്ടർ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. തേവലക്കര സ്കൂളിലെ മിഥുന്റെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എപ്പോഴാണ് അറിയിച്ചത്? അത് ഞാൻ പനയമുട്ടത്തെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു പ്രൈവറ്റുകാരൻ്റെ മരമാണ്, അയാൾ മരം മുറിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അതുണ്ടെങ്കിൽ ഇനി കളക്ടറിൻ്റെ നടപടിയെടുക്കും. ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ പോയി ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം നടന്നു എന്നുള്ളത് പറഞ്ഞാലേ ഒഫീഷ്യലായിട്ട് ഒരു റിപ്പോർട്ട് കിട്ടിയാലേ നമുക്കതിലെന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യില്ല. ഇപ്പോൾ MLA വിളിച്ചിട്ടുണ്ട്. ഇത് മരം വീണ് കഴിഞ്ഞാലും KSEBിൻ്റെ വീഴ്ച, എല്ലാം കാറ്റ് വന്ന് മരം വീഴുന്നത്, അയാൾ മരം മുറിക്കാൻ സമ്മതിക്കാത്തത്, ഇതൊക്കെ KSEBിൻ്റെ വീഴ്ച പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല എനിക്ക്. ഇല്ല, അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഡിസാസ്റ്ററിൽ ഉള്ള കളക്ടർക്ക് നടപടിയെടുക്കാൻ തോന്നുന്നില്ല. നിയമവശം എന്താ എനിക്കറിയില്ല. ചീഫ് എഞ്ചിനീയർ പോയി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ചിട്ട് MLA വിളിച്ചിരുന്നു. ഇപ്പോൾ MLA വിളിച്ചു. MLA അവിടെ പോകുന്നുണ്ട്. പോയിട്ട് അത് തീർച്ചയായിട്ടും ഒരു ആരാണോ കുറ്റക്കാരെ അവരെ സംരക്ഷിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഇല്ല, ഞാൻ പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചു. അവരത് അറിയില്ല, അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ഇവരോട് മുറിക്കാൻ പറഞ്ഞു, അവർ സമ്മതിച്ചില്ല, സ്വകാര്യ വ്യക്തി. അതായിരിക്കും കാരണം. എന്തായാലും ചീഫ് എഞ്ചിനീയറെ കൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വസ്തുത എന്നുള്ളത് നമ്മളിപ്പോൾ കേട്ട അവസ്ഥയല്ല. അവിടെ പോയി അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതിൻ്റെ ഇപ്പം തന്നെ പോകും. അദ്ദേഹം പോയ ശേഷം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഭാവി നടപടി. ആരാണ് കുറ്റക്കാരൻ? അവർക്കെതിരെ നടപടി തീർച്ചയായിട്ടും. ആദ്യമായിട്ടാണ് നടപടി എടുക്കുമെന്ന് പറഞ്ഞത് ഇല്ലേ? മറ്റേ കൊല്ലത്തുള്ള സംഭവത്തിനും നടപടി എടുക്കും പറഞ്ഞത്. ശരി, ഇതൊരു അന്വേഷിച്ചിട്ടല്ലേ, ഇത് ജനാധിപത്യമല്ലേ, കോടതിയൊക്കെ ഉണ്ടല്ലോ. അവർ അന്വേഷിച്ചിട്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും. നാളെയോ മറ്റന്നാളായിട്ട് ആ റിപ്പോർട്ട് കിട്ടും. നേതൃത്വത്തിൽ അന്വേഷണം അത് സേഫ്റ്റി കമ്മീഷൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം വെച്ചിട്ട് മറ്റേത് 2 പ്രാഥമിക അന്വേഷണം നടത്തി. അതിൽ സൂചനയുണ്ട്. എന്നാലും സേഫ്റ്റി കമ്മീഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അധികാരം മറ്റേതെടുത്ത് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അതിനെതിരായിട്ട് ശക്തമായ നടപടിയെടുക്കുക. ആരും സഹായിക്കാനുള്ള നടപടിയൊന്നും ഉണ്ടായില്ല.